ഹലോ, അസ്സലാമു അലൈക്കും. അതൊക്കെ ഉണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ല. അപ്പം ഇതെന്താണെന്നോ, ഓമക്കായ പപ്പായ എന്നൊക്കെ പറയുന്നത്. അപ്പം അത് നീളത്തിൽ നുറുക്കിയിട്ടോ. പിന്നെ ഇതാ ക്യാരറ്റും പയറും കൂടിയിട്ട് അപ്പോൾ ഇത് എന്തിനാക്കിട്ടാ അവയിലുണ്ടാക്കാൻ. അപ്പോൾ ഇത്രയും കഷ്ണമുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അയിലമയുണ്ട്, അപ്പോൾ നന്നാക്കിയിട്ടില്ല. അപ്പോൾ പൊരിക്കണം കേട്ടോ. ഇത് അവിയലുണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ കൂട്ടാൻ ഇതാണ്. അപ്പോൾ പപ്പായ ഓമക്കായ എന്നൊക്കെ പറയുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് വേറെ കാക്ക ഇവിടുന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് അടിയിലിട്ടിട്ട് ഇത് മേലെ ഇടണം കേട്ടോ. അപ്പോൾ ഇത് മേലെ ഇടണം. അപ്പോൾ എന്നാൽ വെന്തോളൂല്ലോ. അപ്പം നിങ്ങൾ ഇഷ്ടം ഇത് വെച്ചതിൻ്റെ ദേശം പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയോ, അടിയിൽ ഉള്ള കഷ്ണം കൊണ്ട് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാം കേട്ടോ. കുറേ കൂടെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തൈര് വാങ്ങിക്കൊണ്ട് നോക്കണം. അപ്പോൾ അതാ നമ്മളെ അവിയലൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായി. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. നല്ല രസമായിട്ടോ. ഉള്ള കഷ്ണം വെച്ചിട്ടോ. പയറും ഓമക്കായ പപ്പായ എന്നൊക്കെ പറയില്ല, ക്യാരറ്റും കൂടിയിട്ടാണ്. നല്ല അടിപൊളി. നല്ല കരിവേപ്പിൻ്റെ വെളിച്ചെണ്ണയും തേങ്ങയും പിന്നെന്താ പറയുക തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ല രസമാട്ടോ. ഇതിങ്ങനെ കൂട്ടി ചോറ് നിന്നാൽ പിന്നെ മീൻ വറുത്തതും. അപ്പം മീനൊക്കെ ഇനി നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടമാകുമെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പം നാളെ വേറെ വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.